സംസ്ഥാനത്ത് മൂന്നാം ദിവസവും കനത്ത മഴ തുടരുകയാണ്. 3 ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തോരാമഴയിൽ വീടുകളിലും റോഡിലും വെള്ളം കയറിയതോടെ തലസ്ഥാന നിവാസികൾ ദുരിതത്തിലായി. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പത്തനംതിട്ടയിൽ ജാഗ്രത തുടരുകയാണ്. കൊല്ലത്തും ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്. ശക്തമായ മഴയിൽ മരങ്ങൾ കടപുഴകി വീണതോടെ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള കൊല്ലത്തും പത്തനംതിട്ടയിലും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. റെഡ് അലേർട്ടിന്റെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ടയിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അതേസമയം പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളിൽ ജലനിരപ്പ് ഉയരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. കൊല്ലത്ത് ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് രാവിലെ തുടങ്ങിയ മഴയിൽ കൊല്ലം നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതോടെ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഇടുക്കി നെടുങ്കണ്ടം പാറത്തോട്ടിൽ ശക്തമായ കാറ്റിൽ മരം വീണ് 2 പേർക്ക് പരിക്ക് പറ്റി. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. അതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തി. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മലപ്പുറം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ്.